കാര്യം ഗോപി. സുർജിത്ത്, ഒരു ടേം കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് പി ഗഗാറിനെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. പകരം ഇപ്പോൾ റഫീഖ് ആ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത് ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കറിയാം 27-അംഗ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു മത്സര സാധ്യത കാണുന്നില്ലേ? ഗഗാറിനെതിരെ അതൃപ്തി ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ പലവിധ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു മത്സര സാധ്യത സുർജിത്ത് കാണുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഒരുപക്ഷെ ഒരു ടേം കൂടി ബാക്കി നിൽക്കുന്ന ആളാണ് പി ഗഗാറിൻ. സ്വാഭാവികമായും പി ഗഗാറിൻ തന്നെയാകും ഇക്കുറി ജില്ലാ സെക്രട്ടറി എന്നുള്ള തരത്തിലുള്ള സൂചനകളായിരുന്നു വന്നിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒന്നുകിൽ പി ഗഗാറിൻ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കാം. അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ മത്സരത്തിലൂടെ ഇതിനകത്ത് ഒരു മത്സരത്തിലൂടെ തന്നെ ഇതിനകത്ത് കെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കാം. ഒന്നുകിൽ പിന്മാറ്റം അല്ലെങ്കിൽ മത്സരം. ഇത് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഈ രണ്ട് സാധ്യതയിൽ ഏതാണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും നിരവധി തിരിച്ചടികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ CPM ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയും സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം വരുന്നു. അത്തരം വലിയ ഭാരിച്ച ഉത്തരവാദിത്വം CPM-ന്റെ മുമ്പിലുണ്ട്. CPM-ന് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പല പോക്കറ്റുകളിൽ നിന്ന് പോലും വോട്ട് ചോർച്ച സംഭവിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആണ് കെ റഫീഖ് എന്ന യുവ നേതാവ് തെരഞ്ഞെടുക്കപ്പെടുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി. സ്വാഭാവികമായും ഇത് ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഒന്നുകിൽ സമവായത്തെ തുടർന്ന് ഒരുപക്ഷെ പി ഗഗാറിൻ പിന്മാറിയിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ മത്സരം സംഭവിച്ചിരിക്കാം. ആ മത്സരത്തിന്റെ സാഹചര്യത്തിലാകാം ഒരുപക്ഷെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത്തരം സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. 1 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഔദ്യോഗിക നേതൃത്വത്തിന്റെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ വിവരം ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വയനാട്ടിലെ CPIM-നെ സംബന്ധിച്ച് ഒരു യുവമുഖം ജില്ലാ സെക്രട്ടറി ആയി വരുന്നു. അത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ 14 ജില്ലകൾ എടുത്താൽ പോലും ഇത്രയും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി എന്നുള്ള പരിഗണന മറ്റൊരാൾക്ക് ഉണ്ടാകില്ല. അത് റഫീഖാണ്. കാരണം റഫീഖ് DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയ ഒരാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടിൽ CPM-നെ നയിക്കാൻ ഒരു പുതിയ യുവമുഖം വരുന്നു. കെ റഫീഖിന്റെ വരവ് തികച്ചും അപ്രതീക്ഷിതമാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി ആണ്. വിദ്യാർത്ഥി സംഘടനയിലൂടെ ഉയർന്നു വരുന്ന ആളാണ്, യുവ നേതാവാണ് കെ റഫീഖ്. CPM-നെ വയനാട്ടിൽ നയിക്കാൻ പോകുന്നു. CPM-ന്റെ വയനാട്ടിലെ പുതിയ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് വരുന്നു. ഏത് സാഹചര്യത്തിലാണ് റഫീഖ് വരുന്നതും പി ഗഗാറിന് സ്ഥാനം ഒഴിയേണ്ടി വന്നതും അദ്ദേഹത്തിന് ഒരു ടേം കൂടി ബാക്കി നിൽക്കുക എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കെ റഫീഖിന് സമവായത്തിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതല്ല, കെ റഫീഖ് ഒരു മത്സരം നേരിട്ട് വിജയിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്നതിന്റെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 1 മണിക്ക് പുതിയ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നായിരിക്കും ഈ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവുക. സുർജിത്ത് അയ്യപ്പൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയായി കെ റഫീഖ് മാറാൻ പോകുന്നു. DYFIയുടെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് നേരിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് കെ റഫീഖ് എത്തുകയാണ്. CPM-നെ വയനാട്ടിൽ ഇനി നയിക്കാൻ പോകുന്നത് കെ റഫീഖ് ആയിരിക്കും. വിശദാംശങ്ങൾ സുർജിത്ത് അയ്യപ്പൻ നൽകി.